എനിക്കിപ്പൊ ഇതാ അവസ്ഥ. ഏതു നേരവും കണ്ണൻ സത്യം അറിഞ്ഞോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഇന്നലെ വരെ നിങ്ങൾ ആരെങ്കിലും കണ്ണനോട് ഇത് പറയുമെന്നായിരുന്നു എന്റെ കർണമോളുടെ ഒക്കെ പേടി. എന്നാൽ ഇപ്പൊ കൊന്നയാള് തന്നെ കൊലപാതകത്തെ പറ്റി പറയുമെന്ന് പേടിച്ചിരിക്കുക ഞാനും മോളും. ആ മാർക്കോയോട് ഇവൻ പറഞ്ഞതൊക്കെ അവൻ വിശ്വസിച്ചോ? വിശ്വസിച്ചു. മാർക്കോയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. അപ്പൊ പിന്നെ രക്ഷപ്പെട്ടു. അവൻ എന്തായാലും കണ്ണനോട് ഈ കാര്യം പറയാതിരിക്കില്ല. പറയുവോ ലക്ഷ്മി? എനിക്കൊന്നും അറിയില്ല. അവൻ പറഞ്ഞില്ലെങ്കിലും നീ അത് പറയണം മോളെ. നിനക്കതിനുള്ള കടമയില്ലേ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നിന്നെ ഈ രീതിയിൽ വളർത്തിയെടുത്തത് കണ്ണനല്ലേ? അതിനുള്ള നന്ദിയെങ്കിലും നീ അവനോട് കാണിക്കണ്ടേ? അതിന്റെ നന്ദി ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ആ അതെ, ഇങ്ങനെ തന്നെയാ കാണിക്കണ്ടേ. അച്ഛൻ അവന്റെ കൊലപാതകത്തെ പറ്റി മകൻ അറിയണമെന്ന് പറയുന്നു. മകനോ അച്ഛനെ ആരാ കൊന്നതെന്ന് തേടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോ അവര് പരസ്പരം കാര്യങ്ങൾ അറിയട്ടെ. അത് കഴിഞ്ഞ് ജയിലായാലും തൂക്കുകയറായാലും എനിക്ക് ഒരു പ്രശ്നമില്ല. വെറുതെ കണ്ണനെ വിളിച്ചോണ്ട് ഇങ്ങോട്ടൊന്നും വരില്ലേ? കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയാനുള്ളത് നീ അവനോട് അങ്ങ് പറഞ്ഞാ മതി. എന്നിട്ട് നീ അത് എന്നെ അറിയിച്ചാ മതി. അപ്പോഴേ അവൻ ഇനി കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരോട് പറയണം. എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വന്നാ മതി എന്നെ അറസ്റ്റ് ചെയ്യാൻ. മോളെ, ഇവൻ മനഃപൂർവ്വം അല്ല മോളെ അന്ന് വണ്ടി കൊണ്ടിടിച്ചത്. അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാ. റോഡിൽ തന്നെ എന്തെല്ലാം അപകടങ്ങൾ നടക്കുന്നു. അതുപോലെ ഒരു അപകടമായിരുന്നു അത്. ആര് പറഞ്ഞു അത് അപകടമായിരുന്നു? അങ്ങനൊന്നും അല്ല സംഭവിച്ചത്. അങ്ങനെ തന്നെയാ സംഭവിച്ചേ. നീ പോടാ. തലയ്ക്ക് വെളിവില്ലാതായപ്പോ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കുന്നു. അങ്ങനൊന്നും അല്ല. ഞാൻ മിണ്ടരുത്. മോള് പൊക്കോ. ഇനി ഇവൻ മനഃപൂർവ്വം കൊന്നതാണെന്ന് പറഞ്ഞു കളയും. അങ്ങനത്തെ അവസ്ഥയിലാ ഇവർ നിൽക്കുന്നത്. മോള് പൊക്കോ. മോള് പൊക്കോ. മിണ്ടരുത് നീ. പ്രതാപ, മോളെ ലക്ഷ്മി, വിഷ്ണുനാഥനെ കൊന്നത് ഞാനാടി. വാമദേവൻ പറഞ്ഞിട്ട് കൊന്നതാ ഞാൻ. എന്റെ കുഞ്ഞിന്റെ കുടുംബം തകർക്കുന്ന കാര്യങ്ങൾ നീ പറഞ്ഞ മകനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. പിടിച്ച് തിരിക്കും ഞാൻ. അവിടെ കിടക്ക്. അയാൾ ഒരാളെ കൊന്നു എന്നൊക്കെ പറയുകയാണല്ലോ. ലോറി കയറ്റി കൊന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഡോക്ടർ. ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോഴും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. തലയിടിച്ചാണ് അയാൾ വന്നിരിക്കുന്നത്. ആ വീഴ്ചയിൽ അയാളുടെ സ്വബോധം നഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇനിയിപ്പോ പരിക്ക് പറ്റിയതൊക്കെ ഒന്ന് ഭേദമായ ശേഷം ഇവിടെ നല്ലൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, മിസ്റ്റർ സാമുവൽ. അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കേവലം കൗൺസിലിംഗ് കൊണ്ടൊന്നും മാറത്തില്ല. മെഡിസിൻ അപ്ലൈ ചെയ്യണം. പിന്നെ അയാളുടെ ജീവിതത്തിൽ അതുപോലെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ പറയില്ല. മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള അവസ്ഥയിൽ വിളിച്ചു പറയുന്നത്. പ്രായം ചെന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? അവർ മരണത്തോടടുക്കുന്ന സമയത്ത് കുഞ്ഞുനാളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ടതുപോലെ പറയാറുണ്ട്. അതുമാത്രമായിരിക്കും ആ സമയത്ത് അവർ ഓർത്തെടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നല്ലതും ചീത്തയുമായ സംഭവങ്ങളായിരിക്കും ഇത്തരം സ്റ്റേജിൽ ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സമയത്ത് ലോറി ഡ്രൈവറായിരുന്ന അയാള് ലോറി ഇടിച്ച് ആരെങ്കിലും കൊന്നു കാണും. അത് എനിക്കറിയാത്ത കാര്യമാണ് ഡോക്ടറെ. അതേപ്പറ്റി അയാൾക്ക് നല്ല ബോധമുണ്ടെന്നാണ് തോന്നുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അയാൾക്ക് എന്തായാലും നല്ല ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. അതേപ്പറ്റി മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി.
മരുന്ന് കഴിച്ചിട്ടായാലും അച്ഛൻ്റെ ഈ അവസ്ഥയിൽ ഒരു മാറ്റം വരണം ഡോക്ടർ. ശരി ഡോക്ടർ. ശരി. നിങ്ങൾ എന്തിനാ മനുഷ്യ അങ്ങനൊരു മഹാപാപം ചെയ്യാൻ പോയത്? ആ കൊച്ചാണെങ്കിൽ എന്നെ വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുക. ആ കരുണ അന്നത് ചെയ്യാതെ നിവർത്തിയില്ലായിരുന്നു. നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചെറിയ തരികടയൊക്കെ കാണിച്ചു, കമ്പി സിമെന്റും ഒക്കെ മുക്കി. അന്ന് നമുക്കിതുപോലെ സ്ഥിതിയൊന്നും ഇല്ലായിരുന്നല്ലോ. പൈസയുടെ ആവശ്യം കൊണ്ട് ചെയ്തതാ. അത് വിശ്വനാഥൻ കൈയോടെ പിടിച്ച് എന്നെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുന്ന സ്ഥിതി വന്നു. അങ്ങനെ ഭീഷണി മുഴക്കി. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്തത്. അതിനിപ്പോഴെന്താ? ഒരുത്തന്റെ മുകളിലോട്ട് നോക്കി കിടക്കുമല്ലേ? അതൊക്കെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലോ. എല്ലാത്തിനും എനിക്ക് കുറ്റബോധമുണ്ട്. പക്ഷേ പോലീസ് പോലും എഴുതിത്തല്ലേ കേസാ. ഇപ്പൊ കൊലപാതകം ചെയ്ത് കുത്തിപ്പൊക്കാൻ നോക്കുന്നു. അയാളാണത് ചെയ്തെങ്കിലും ചെയ്യിച്ചത് നിങ്ങളല്ലേ? അപ്പൊ നിങ്ങളാണ് ഒന്നാം പ്രതി. ഇവിടെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ഒന്നുമില്ല. എല്ലാം തേഞ്ഞു മാഞ്ഞു പോയതാ. അതിനെയാണ് പ്രതാപൻ വെളിച്ചത്ത് കൊണ്ടുവരാൻ നോക്കുന്നത്. പ്രതാപനല്ല അതിന് ശ്രമിക്കുന്നത്, മരിച്ച ആള് തന്നെയാ. വിശ്വനാഥൻ വീണ്ടും വന്നിരിക്കുക നിങ്ങളെ കൊടുക്കാൻ. എടീ, കണ്ണനെങ്ങാണ് ഇത് അറിഞ്ഞാൽ, കണ്ണനും അനന്തവും വക്കീലന്മാരാ. അവർ രണ്ടാളും കൂടി എന്നെ കോടതി കയറ്റും. പിന്നെ നിനക്കെന്നെ കാണാൻ പറ്റില്ല ജീവിതകാലം മുഴുവൻ. ഇനി അതും കൂടെ ബാക്കിയുള്ളൂ. ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കണം. അതാണ് എന്റെ ആദ്യം എന്നൊക്കെ എത്ര തവണ ഞാൻ പറഞ്ഞതാ. ആങ്ങളെ കോമാ സ്റ്റേജില്, അച്ഛൻ ജയിലില്. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ഏതെങ്കിലും പയ്യന്മാര് കയറി വരുമോ? എന്റെ മോളുടെ കല്യാണം പോലും മുടങ്ങുന്ന പ്രവൃത്തിയാ നിങ്ങൾ ചെയ്തത്. ഇനിയിപ്പോ നീയും അത് വിളിച്ചു കൂവിക്കൊണ്ട് നടക്ക്. ഞാനല്ലല്ലോ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നത്. തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തനല്ലേ അയാൾ. ഇത് ലോകത്തെ മുഴുവൻ അറിയിക്കും, നോക്കിക്കോ. അതിനുള്ള അവസരം ഞാൻ കൊടുക്കത്തില്ല. എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണാൻ പോവുക. ഇപ്പം വിശ്വനാഥന്റെ പ്രേതം അവന്റെ ദേഹത്താ ഇരിക്കുന്നത്. അതിനെ സ്വന്തം ദേഹത്തോട്ട് കയറ്റിക്കൊണ്ട് വരല്ലേ. രാത്രിയിലെ അവൻ പ്രതാപന ശരീരത്തിലൊക്കെ വരാറുള്ളൂ. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാലേ പകലും വരും. കാരണം പ്രേതത്തിന് അറിയാലോ നടന്ന കാര്യങ്ങളൊക്കെ. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാ വിശ്വനാഥൻ പ്രതാപന്റെ ദേഹത്ത് കയറിയിരിക്കുന്നത്. നീ എന്നെ ഭയപ്പെടുത്തല്ലേ സീമന്തിരി. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. എത്തിയോ? തായിരിക്കും. അല്ല, എവിടേക്ക് പോയെ? ഇടയ്ക്ക് വിളിച്ചപ്പോ കിട്ടിയില്ലല്ലോ. അത് പിന്നെ ഞാൻ സൈറ്റ് വരെ പോയി കണ്ണേട്ടാ. പോകുന്ന കാര്യം താൻ എന്നോട് പറഞ്ഞില്ലല്ലോ. പെട്ടെന്നാ പോവാൻ തോന്നിയത്. ഇപ്പൊ ഉണ്ണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ടാ പോകുന്നേ. എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ? അതൊക്കെ തന്നെ ഏൽപ്പിച്ചിരിക്കുക. തനിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ അതോടൊപ്പം ശരീരം കൂടെ നോക്കണം. അല്ല, തന്റെ മുഖത്ത് നല്ല വേദനയുണ്ടല്ലോ. എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ല കണ്ണേട്ടാ. അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ചുറ്റിയതുപോലെ എവിടേക്കെങ്കിലുമൊക്കെ പോണ്ടേ? ഉടനെ വേണ്ട. എന്റെ ഭാര്യയ്ക്ക് ഒന്നിനോട് ഒരു താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ. ഞാനും ആകെ മൂഡ് ഓഫാ. എന്തൊറ്റ കണ്ണേട്ടാ? അത് പിന്നെ മൊബൈൽ തുറന്നപ്പോ ഒരു ആക്സിഡന്റാ കണ്ടത്. ഒരു ബൈക്കില് ലോറി ഇടിക്കുന്ന ദൃശ്യങ്ങൾ.
എന്നാൽ ഇതൊക്കെ ചാനലുകാർ കാണിക്കാതിരിക്കാൻ ശ്രമിക്കണം. അത് ചെയ്യില്ല. ആൾക്കാർക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നേ. അത് കണ്ടപ്പോ പഴയ അപകട ഓർമ്മ ഒന്നും അല്ലേ? അത് ഇടയ്ക്കിടെ മറക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും അതൊക്കെ ഓർക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, തന്റെ രണ്ടാനച്ഛന്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവാ. അതുകൊണ്ടാ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ കാര്യങ്ങൾ ഓർക്കേണ്ടി വരുന്നത്. അയാളാണോ ഇനി ലോറി കൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റിൽ ഇടിച്ചതെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട് മഹി. എന്തോ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ അയാളുടെ പിന്നാലെ എൻ്റെ അച്ഛൻ ചുറ്റിത്തിരിയേണ്ട കാര്യമില്ലല്ലോ. കണ്ണേട്ടൻ അങ്ങനെയൊക്കെ ചിന്തിക്കണ്ട. 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ? ഇനിയിപ്പോ അതിന്റെ പിന്നാലെ നടന്നിട്ട് എന്താ പ്രയോജനം? എന്നൊന്നും താൻ പറയണ്ട. എൻ്റെ മനസ്സ് ഞാൻ പലതവണ തൻ്റെ മുമ്പിൽ തുറന്നു കാണിച്ചതാ. അന്ന് ആ ലോറി ഡ്രൈവ് ചെയ്തവനെ എന്നെങ്കിലും കണ്ടു കിട്ടിയാൽ അവനെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ അവനെ ദ്രോഹിച്ചിരിക്കും. അത്രത്തോളം എൻ്റെ ജീവിതം ഒരു സമയത്ത് കാർന്നെടുത്തവനാണവൻ. ശരിക്കും ആ ഷോക്കിൽ നിന്നൊക്കെ ഞാൻ മുക്തനായത് താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒന്നിക്കുമായിരുന്നോ? അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് നല്ലതാണെന്നാണോ താൻ പറയുന്നത്? അയ്യോ, ഒരിക്കലുമല്ല കണ്ണേട്ടാ. കണ്ണേട്ടന്റെ ഈ അവസ്ഥ കൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നിച്ചത്. വീൽ ചെയറിലിരിക്കുന്ന ആൾക്കൊരു സഹായം, നമ്മൾ തമ്മിലും ഒരു സഹായം. അതിനുവേണ്ടി മാത്രമാ എന്റെ രണ്ടാനച്ഛനും കണ്ണേട്ടന്റെ അമ്മാവനും കൂടി നമ്മളെ ഒന്നിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഒന്നിച്ചതുകൊണ്ടാ അസാധ്യമെന്ന് തോന്നിയതൊക്കെ സാധ്യമാക്കാൻ എനിക്ക് കഴിഞ്ഞത്. നേരത്തെ എന്നെ വിട്ടുപോയ എൻ്റെ അച്ഛനൊരു തീരാ നോവായി എൻ്റെ മനസ്സിലുണ്ട്. ആ നൊമ്പരം എന്തൊക്കെ നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായാലും മരണം വരെ വിട്ടുകളയാൻ പറ്റില്ലടോ. ഇങ്ങനെ ഒരു ശിക്ഷ ദൈവം എന്തിനെനിക്ക് തന്നു? ഇവനിതെന്തൊക്കെയാണോ ഈ കാണിക്കുന്നത്? കാട്ടിലൂടെ മാനിങ്ങനെ പോവാ. അപ്പോ മാനിന്റെ പിന്നാലെ എന്റെ അമ്മ ശൂർപ്പണക. അതേടാ, ഞാൻ ശൂർപ്പണകയാ. ദേ, എന്റെ പരിധി വിട്ടിരിക്കുക. കൊന്നുകളയും ഞാൻ. ആണോ ശൂർപ്പണകെ? നിന്നെ കൊന്നുകളയും ഞാൻ. ആ തുറക്ക് തുറക്ക് തുറക്ക്. ചിലപ്പോ അത് കണ്ണനായിരിക്കും. കണ്ണാ മോനെ, കേറി വാടാ. എന്റെ ദൈവമേ, മോനെ കണ്ണാ. ഇതിപ്പോ കണ്ണനാണോ? നിങ്ങൾ പോയി മര്യാദയ്ക്ക് പാലോർക്ക്. വെറുതെ ആലോചിച്ചോണ്ടിരിക്കല്ലേ. എന്റെ ഈശ്വര, ഇത് അവനാകല്ലേ. മോനെ കണ്ണാ, പമ്പാടി കണ്ണാ. മോനെ വാടാ വാ. കണ്ണാ, എന്റെ ഭഗവാനെ. കണ്ണാ, കേറി വാ മോനെ. നന്നായി, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. വാനര, വാ, കേറി വാടാ. ആ കൊലയാളി, കേറിവാടാ. വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന കൊലയാളി. നിന്നെ ഞാൻ കാത്തിരിക്കണ പറയൂടാ. കണ്ണന്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന് ഞാൻ പറയൂടാ. അത് പറയാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. കേക്കടാ, കേക്ക്. നീ ചെയ്ത ചതിക്ക് എല്ലാരും കൂടി ചേർന്ന് നട്ടം തിരിയുവാ. പ്രത്യേകിച്ച് എന്റെ കരുണമോള്.
നിനക്ക് ഞാൻ എപ്പോഴാ പ്രതാപ വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നത്? നീ പ്ലേറ്റ് മാറ്റലടാ വാമദേവ. നീ അന്ന് എനിക്ക് എത്ര രൂപ തന്നെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ എനിക്കത് അറിയില്ലെങ്കിലേ വിശ്വനാഥൻ അതെന്നോട് പറയും. എല്ലാ രാത്രിയിലും ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 1.5 മണിക്കൂർ അവൻ എൻ്റെ അടുത്ത് തന്നെ കാണും. അവൻ അവന്റെ മോനെ സ്നേഹിച്ച് മതിയായിരുന്നില്ലടാ. അതിനുമുമ്പല്ലേ നീ അവനെ തട്ടിക്കളയാൻ എന്നോട് പറഞ്ഞേ. ഞാനാണെങ്കിൽ ലോറി കൊണ്ടുപോയി കയറ്റുകയും ചെയ്തു. ആ സ്പോട്ടിൽ തന്നെ അവൻ തീർന്നില്ലടാ. അയ്യോ അയ്യോ മഹാഭാവി മഹാഭാവി. എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറയുന്ന കേട്ടോടാ. കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പറയും. ഇവിടെ സൈക്കാട്രിസ്റ്റുകളൊന്നും ഇല്ല അമ്മേ. ഉള്ള സൈക്കാട്രിസ്റ്റുകളെല്ലാം സൈക്കിളും ചവിട്ടിക്കൊണ്ട് പോയി. ഇപ്പൊ ആരുമില്ല ഇവന്റെ വട്ടു മാറ്റാൻ. പരിശോധിക്കാൻ വന്ന ഡോക്ടർമാരോട് പോലും പറയുക വിശ്വനാഥനെ കൊന്നത് ഇവനാണെന്ന്. ആ നേരത്തൊക്കെ അവര് ചോദിക്കുന്നുണ്ട് ആരായി വിശ്വനാഥനെന്ന്. പോയി പറഞ്ഞു കൊടുക്കടാ വാനര, വിശ്വനാഥൻ നിന്റെ പെങ്ങടെ കെട്ടിയവനാണെന്ന്. ഈ വട്ടം പറയുന്നില്ല അമ്മയും തുടങ്ങല്ലേ. അയ്യോ അയ്യോ ഇങ്ങനെ പോയാൽ എനിക്കും വട്ടു വരുവടാ. അതുപോലെയാ ഇവൻ പിച്ചും പയ്യും പറഞ്ഞോണ്ടിരിക്കുന്നത്. രാത്രിയായ എനിക്ക് ഉറക്കമില്ല. ചിലപ്പോ ഞാൻ ഉറങ്ങുമ്പോഴായിരിക്കും ഇവന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന വിശ്വനാഥൻ എന്റെ ദേഹത്തേക്ക് ചാടി കയറുന്നത്. ഏതായാലും നീ സൂക്ഷിച്ചോ, അവൻ നിന്റെ പിന്നാലെ ഉണ്ടടാ. എടാ വാമദേവ, കാലിന്റെ പിന്നാലെ കയറുമായിട്ട് പോകുന്നവനെ നിന്നെ തേടി നടക്കടാ വിശ്വനാഥൻ. മിക്കവാറും അവൻ നിന്നെ അങ്ങ് പൊക്കിക്കൊണ്ടു പോകും. അതിന് ഞാനല്ല അവന്റെ ബുള്ളറ്റിന് പുറകെ കൊണ്ടു ജോലി ഇടിച്ചത്. നീ പറഞ്ഞിട്ടില്ലടാ ഞാൻ ആ മഹാപാപം ചെയ്തേ. എന്നിട്ടിപ്പോ പുണ്യാളൊന്നാവല്ലേ. എനിക്ക് നല്ല അവസരമുണ്ട്. ഇല്ലെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് വന്ന് നിന്റെ കാലെ പിടിച്ച് നിലത്തോട്ട് അടിച്ചേ. ഞാൻ പോന്നു. അതെങ്ങനെ ശരിയാകും? നീ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനാടാ. ഇനി ഞാൻ ഇവിടെ ശരിയാവത്തില്ല. പരമാവധി കണ്ണൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കിയോ. കണ്ണനും മഹാലക്ഷ്മിക്കും ഒക്കെ എവനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരൊന്നും വരില്ല എന്ന് കരുതാം. ഞാൻ പോവാ. നീ പോണോ? നീ പോടാ വാട്ട. നീ വാടാ. നീ പോടാ പ്രാന്ത. നിന്റെ അച്ഛനാ. അവൻ വന്നപ്പോ നിങ്ങൾക്ക് അവനെ ഒന്ന് കെട്ടിട്ടുണ്ടായിരുന്നോ? ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം. ആ പാപം വിഷ്ണുവിനെ കൊല്ലാൻ പണം എറിഞ്ഞു തന്നിട്ട് അവൻ ജീവനോടെ നടക്കുക. ചതിയൻ, വഞ്ചകൻ. കണ്ണി കണ്ട ഗുണ്ടകൾക്കൊക്കെ പൈസ കൊടുത്തു അല്ലേ എന്നെ തല്ലാനായിട്ട്? ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. പിന്നെ നിന്നെ തല്ലാൻ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. മാർക്കോയും അവന്റെ കൂട്ടുകാരനും കൂടെ എന്നെ കാറിൽ നിന്ന് വലിച്ചിറക്കി തല്ലാൻ പിടിച്ചേക്ക്. അത് തന്റെ അറിവോടെ ആയിരിക്കില്ലേ? ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല നിന്നെ തല്ലാൻ. പിന്നെ അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. എന്നാ പിന്നെ ഇനി കൊട്ടേഷൻ കൊടുക്ക്. മാർക്കോയും അവന്റെ കൂട്ടുകാരനും കൂടെ വിചാരിച്ച ഒരു പൊടി പോലും തെളിവുണ്ടാക്കാൻ പറ്റില്ലല്ലോ. പോലീസും ഏറെക്കുറെ അവന്മാരെ സഹായിക്കുന്ന കൂട്ടത്തില. ഞാനങ്ങനെ മനഃപൂർവ്വം ആർക്കും കൊട്ടേഷൻ കൊടുക്കാറില്ലടാ. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ പൈസയ്ക്ക് ആക്രാന്തമുള്ളവരല്ല മാർക്കോയും ലോപ്പസും ഒന്നും. അവര് പൈസ വാങ്ങിച്ചിട്ട് ആരെയും തല്ലാറും കൊല്ലാറും ഇല്ല. മാർക്കോ ഞങ്ങൾക്ക് ചെയ്തെന്ന സേവനത്തിന് അവർക്ക് രണ്ടാൾക്കും ഒരുപാട് പൈസ ഓഫർ ചെയ്തയാ, ജോലി ഓഫർ ചെയ്തയാ. അതൊക്കെ അവർ സന്തോഷത്തോടെ നിരസിക്കുക ചെയ്തേ. അതാണ് അവരുടെ മനസ്സിന്റെ വലിപ്പം. എന്നിട്ടാ നിന്നെ തല്ലാനായിട്ട് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞ് നീ മുന്നിലോട്ട് വന്നിരിക്കുന്നേ. അവരെ പോലൊരു അനിയനെ വേണ്ട. അവരുടെ സ്വഭാവത്തിന്റെ 1/4 ഒരു അനിയനെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. നിനക്ക് അവരുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ലടാ. യോഗ്യത ഇല്ലാത്തവരാണല്ലോ
എന്നെ പാപ്പരാക്കാൻ നോക്കുന്നത്? ഞാനായിട്ട് നിന്നെ പാപ്പരാക്കാനൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ടാ നിനക്ക് മാസം മാസം ഒരു തുക തരുന്നത്. ഓ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ നീ എവിടെങ്കിലും പോയി തെണ്ടി തിന്നട്ടെ എന്ന് കരുതിയാനെ. കൂടെയുള്ള ഒരുത്തി അവരുടെ അനിയത്തി ഞാനും ഒക്കെ തെണ്ടിത്തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിലേ നീയൊന്നും ഇപ്പൊ ഇവിടെ കാണത്തില്ലായിരുന്നടാ. ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളുണ്ടല്ലോ, അവര് സ്വാർത്ഥരായിരിക്കും. അവരവരുടെ കാര്യം മാത്രമേ നോക്കൂ, സ്വന്തം ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം. അങ്ങനെയുള്ളവര് വലിയ തെറ്റൊന്നും ചെയ്യണ്ട. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായാല് അത് ഊതിപ്പെരിപ്പിച്ച് വലിയ തലവേദന ഉണ്ടാക്കും. നമ്മൾ ആണുങ്ങളുടെ പേരിലാണ് വീടെങ്കിൽ അവരെല്ലാം പുറത്താക്കാൻ നോക്കും. അതല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തുപോയി താമസിക്കും. അങ്ങനെയൊക്കെ ഇന്നത്തെ രീതി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വീട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്നേക്കാൾ കൂടുതൽ മഹിയ. എന്നിട്ടാ നീ ഒരു ബഹുമാനമില്ലാതെ അയാളെ ഒരുത്തിന്നും നീയെന്നൊക്കെ വിളിക്കുന്നത്. ബഹുമാനം നിങ്ങൾക്ക് മതി അവരോട്. നിങ്ങൾ വേണമെങ്കിൽ അവരുടെ കാല് കഴുകി വെള്ളം കുടിച്ചോ, പക്ഷേ എന്നെ അതിന് കിട്ടില്ല. നിർത്ത്. എന്താടാ? അല്ല, ഇയാൾക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ. ഞാൻ നേരത്തെ വന്നപ്പോ ഐസിയുലാണെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോ ഈ മുറിയിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവൻ ഉറങ്ങുവാ, ഇപ്പോഴാ ഒന്ന് മയങ്ങിയത്. ശല്യം ചെയ്യാതെ ഒന്ന് പോയാൽ വലിയ ഉപകാരമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അനിഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇനിയെങ്കിലും നിങ്ങളും നിങ്ങളുടെ മോനും കൊച്ചുമോളും ഒക്കെ ഒന്ന് നന്നാവാൻ നോക്ക്. കണ്ണാ, നീ വന്നോടാ. മോനെ, എനിക്ക് നിന്റെ അടുത്തൊരു സത്യം പറയാനുണ്ട്. അതെ, നിന്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാടാ. കൈമാറ്റ്. അയാൾ പറയുന്നതിന്റെ ബാക്കി കൂടെ എനിക്ക് കേൾക്കണം. ഇവന് തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും പറയുവാ. ഇവന്റെ ദേഹത്ത് നിന്റെ അച്ഛൻ കൂടിയിരിക്കുക. അതുകൊണ്ടാണല്ലോ അയാൾ സത്യം പറയുന്നത്. കൈയെടുക്കാനല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ കൈയെടുക്കത്തില്ല. കണ്ണാ, സത്യമാടാ ഞാൻ പറഞ്ഞേ. ഞാനാ നിന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊന്നത്. നീ വീൽ ചെയറിലായത് അങ്ങനാ. നിന്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ എനിക്ക് തന്നതേ ആരാണെന്നറിയോ? നിന്റെ അമ്മാവൻ വാമദേവനാ. മോനെ കണ്ണാ, നീ കേട്ടതൊന്നും സത്യമല്ല. സത്യമാണ് കണ്ണാ, പച്ച പരമാർത്ഥമാ. അതിന് നിന്റെ ഭാര്യ സാക്ഷിയായിരുന്നു, മഹാലക്ഷ്മി സാക്ഷിയായിരുന്നു. എത്ര അടിച്ചിരുന്നാലും നടന്ന സത്യങ്ങളൊന്നും മാറത്തില്ലേ കണ്ണാ? ഇവന് ബാധ കയറിയതോടുകൂടി ഇവൻ നിന്റെ അച്ഛനെ മാത്രമല്ല മറ്റു പലരെയും കൊന്നെന്നാ പറയുന്നേ. കൊന്നു കാണും. അത്രയ്ക്ക് ദുഷ്ടനായി ഇയാള്. അതിനേക്കാളും ക്രിമിനലാ എന്റെ അമ്മാവനെന്ന് പറയുന്നവൻ. അതുകൊണ്ട് ആദ്യം അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നോളാം. വന്നോ മോനെ, വന്ന് എന്റെ പണി അങ്ങ് തീർക്ക്. എനിക്ക് ജീവിക്കണമെന്നില്ല മോനെ. നിന്റെ അച്ഛൻ മാടി മാടി വിളിക്കുക,
ഞങ്ങൾ ഒന്നിച്ചങ്ങ് പോട്ടെ. എന്റെ അച്ഛൻ നിന്നെ പോലൊരു ദുഷ്ടാത്മാവിനൊപ്പം ഒരിക്കലും കൂടി ചേരില്ലടാ. അങ്ങനെ നിന്റെ കൈ ഓർത്ത് നടക്കില്ല. അയ്യോ എന്റെ ദൈവമേ, ഞാനിനി എന്തൊക്കെ കാണണം. കാണിച്ചു തരാം ഇനി കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ. ചിരിക്കണ്ട. ഞാൻ ചിരിക്കും, ഞാൻ ചിരിക്കും. ഓ, നിന്നോട് സത്യം പറയുന്നവരെ ഞാനിങ്ങനെ ഇരുന്ന് വീപ്പ് കൂട്ടുമായിരുന്നു. അത് പറയാത്തതിന്റെ പേരില് നിന്റെ അച്ഛൻ എന്നെ അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കായിരുന്നു. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായി. ഹോ, എന്തൊരു ആശ്വാസം. എടാ, നീ എന്താ ഈ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അറിയാം, എന്തേ നന്നായിട്ടറിയാം. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവന്റെ അച്ഛൻ വിശ്വനാഥനെ ലോറി ഇടിച്ചു കൊന്നത് ഞാനാ. എന്തേ ഇവനിപ്പോ വീൽ ചെയറിലിരിക്കുന്നതേ ഞാൻ കാരണമാ. അതിനെനിക്ക് പണം തന്നത് വാമദേവനാ. ഒന്നും ഞാൻ മറന്നിട്ടില്ല മോനെ. മോനെ കണ്ണ, മോനെ. ഓ മോനെ കണ്ണ, മോനെ കണ്ണ പറയട്ടെ. അല്ലേ അവിടെ നിക്കൂ. പോവാണോ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യണോടാ. നീ ഇനി ഹോസ്പിറ്റലിലല്ല കിടക്കാൻ പോകുന്നത്, ജയിലില്. അങ്ങനെ ശിക്ഷ കുറയ്ക്കല്ലേ അമ്മേ. എനിക്ക് തൂക്കുകയറ് തന്നെ വേണം. ഞാനൊന്ന് തൂങ്ങട്ടെ, തൂങ്ങിച്ചാവട്ടെ. വിശ്വനാഥ, നീ എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ റാസ്കൽ. അയ്യോ അയ്യോ മോനെ, ഇറങ്ങി വാടാ. മാർക്കോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ 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 ചെയ്യല്ലേ. അയ്യോ ഇല്ലടാ, നിന്നെ ഒന്നും ചെയ്യത്തില്ലടാ. അയ്യോ സാറിനെ കൊണ്ടുപോടാ. മാർക്കോ, എന്നെ ഒന്നും ചെയ്യല്ലേ. മാർക്കോ, അടങ്ങി നിക്കടാ അവിടെ. കണ്ണാ, മോനെ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറയാ. മോനെ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറ മാർക്കോട്. മോനെ ഇനി അവരല്ല, ഞാനാ ചെയ്യാൻ പോകുന്നേ. കൊന്നില്ലടാ നീ എന്റെ അച്ഛനെ കൊന്നില്ലേ? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാ ആ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത്? എന്റെ അച്ഛനെ എന്നെയും കൊല്ലാനായിട്ട് ആ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് ആരാ? അത് ഞാനല്ല. കൊട്ടേഷൻ ഏറ്റെടുത്തവൻ പറഞ്ഞു കഴിഞ്ഞു. ബുള്ളറ്റിൽ സഞ്ചരിച്ചിരുന്ന എന്നെ എന്റെ അച്ഛനെ ഇടിച്ചു വീഴ്ത്താൻ അവനത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. പ്രതാപന്റെ ലോറി ഞാനും അച്ഛനും സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റിൽ പാഞ്ഞു കയറിയതാ. അങ്ങനെയാടാ എന്റെ അച്ഛൻ പോയത്. ഞാൻ ഈ വീൽ ചെയറിലായതും അങ്ങനെ തന്നെയാ. അതിന്റെ കാരണക്കാരൻ നീയാ, നീ മാത്രമാ.
തലയ്ക്ക് വെളിവില്ലാതെ ആ പ്രാന്തൻ ഓരോന്ന് പറയുന്നതാ മോനെ. തലയ്ക്ക് വെളിവില്ലാത്തത് അവന് മാത്രമല്ല, എന്റെ അമ്മാവനായ തനിക്കും തലയ്ക്ക് വെളിവില്ല. നിന്റെ മോനും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ അവനിപ്പം ജഡം കണക്ക് കിടക്കുന്നത്. എന്നാ നിന്നെ ഞാൻ അങ്ങനെ കിടത്തില്ല. ഇനി ആർക്കും നീ കൊട്ടേഷൻ കൊടുക്കാൻ പാടില്ല. ഇവിടെ തീരണം നിന്റെ ജീവിതം. എനിക്കെല്ലാം എല്ലാമായിരുന്നു എന്റെ അച്ഛൻ. എന്റെ മുമ്പിൽ കിടന്നടാ പെടഞ്ഞു തീർന്നത്. അതുപോലെ പെടഞ്ഞു തീരണം നീയും. ലോപ്പസേ, അവിടെ നിക്കടാ. എന്റെ അച്ഛനോട് നീ ചെയ്ത ചതിയാ. എന്നെ ഒന്നും ചെയ്യല്ലേ ആ കടം മോനെ. ഞാനങ്ങ് വീട്ടാൻ പോവുക. മോനെ എന്നെ ഒന്നും ചെയ്യല്ലടാ മോനെ. എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ കൊല്ലാൻ പോവാടാ. മോനെ ചെയ്യല്ലേ. ഞാനാ മനുഷ്യ. നിങ്ങൾ എന്താ ആലോചിച്ച് കൂട്ടുന്നേ? അല്ല, കണ്ണൻ ഈ സത്യങ്ങൾ അറിഞ്ഞ എന്നെ കുത്തിക്കൊല്ലും ശ്രീമന്തിരി. അവൻ പിന്നെ ജയിലിനെ പറ്റി ഒന്നും ചിന്തിക്കത്തില്ല, കുത്തിക്കൊല്ലും. അത് പിന്നെ ആരായാലും അങ്ങനെ ചെയ്യത്തില്ലേ? മേഘന്റെ അച്ഛനാണ് നിങ്ങൾ. കണ്ണന്റെ അച്ഛനായിരുന്നു വിശ്വനാഥൻ. എന്നാ മേഘൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ അല്ല കണ്ണൻ അവന്റെ അച്ഛനെ സ്നേഹിച്ചിരുന്നത്. കണ്ണന് വിശ്വനാഥൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു, ജീവന്റെ ജീവൻ. അങ്ങനെയുള്ള ഒരാളിന്റെ ജീവനാ നിങ്ങളൊരു ദുഷ്ടനെ കൊണ്ട് എടുപ്പിച്ചത്. അന്നതുണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്ത് സാഹചര്യം ആയാലും സ്വന്തം അളിയനെയല്ലേ നിങ്ങൾ കൊന്നത്? ദുർഗയുടെ ഭർത്താവിനെ. അവളും ഉണ്ണിയൊക്കെ നമ്മുടെ സൈഡാ. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ അവരും കണ്ണനും എല്ലാം കൂടി ഒന്നിക്കും. എന്നിട്ടായിരിക്കും നിങ്ങൾ എടുത്ത് അലക്കാൻ പോകുന്നത്. ഞാനാകെ ഭയന്നിരിക്കുക ശ്രീമന്തിരി. അതിന്റെ കൂടെ ആ ഭയം നീയായിട്ട് കൂട്ടല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കും മനുഷ്യ. എല്ലാ അമ്പലങ്ങളിലും പോയി സാഷ്ടാംഗം നമസ്കരിക്ക്. ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞിട്ട് ആ പാപത്തിന് ഇനി ഫലം ഒന്നും കിട്ടല്ലേ എന്ന് അറിയാവുന്ന ദൈവങ്ങളോടൊക്കെ പറയാൻ നോക്ക്. ഞാനിപ്പോ ദൈവങ്ങളെ മുഴുവൻ അടങ്കലെടുത്തിരിക്കുകയാടി. എല്ലാ നേർച്ചയും വഴിപാടും ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ പല അമ്പലങ്ങളിലും പോവാറുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരുത്തന്റെ വട്ടുമാറാതെ ഞാൻ രക്ഷപ്പെടത്തില്ല ശ്രീമന്തിരി. അയാളുടെ വട്ട് അടുത്തെങ്ങും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാറണമെങ്കിലേ അയാളുടെ ദേഹത്തിരിക്കുന്ന ആള് പോണം. അതിന് നല്ല പൂജയും മന്ത്രവാദവും ഒക്കെ നടത്തിയേ പറ്റൂ. അങ്ങനെ നടത്തിയപ്പോഴല്ലേ ഒരുത്തൻ വന്ന് തട്ടിത്തെറിപ്പിച്ചത്. അവന്റെ ശരീരത്തിലും വിഷം കയറിയെന്നൊക്കെയാ പറയുന്നത്. ആ സൂക്ഷിച്ചോ, നിങ്ങളുടെ ദേഹത്തും അയാൾ കേറും. ആ പ്രതാപന്റെ അടുത്ത് പോയി നിന്നപ്പോഴൊക്കെ എനിക്കതായിരുന്നു പേടി. എന്നോടായിരിക്കും ദേഷ്യം കൂടുതൽ. അതുറപ്പല്ലേ? അല്ലാതെ പ്രതാപനുമായിട്ട് അയാൾക്ക് ശത്രുതയൊന്നും ഇല്ലായിരുന്നല്ലോ. പ്രതാപൻ 10 കാശിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് 10-20 കൊല്ലമായില്ലേടി. ഇപ്പോഴാണോ അവന്റെ ആത്മാവിന് എന്നോട് പ്രതികാരം ചെയ്യാൻ തോന്നിയത്? ആത്മാക്കൾക്ക് അങ്ങനെയൊന്നുമില്ല. അവരെ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കും. അത് വന്നു കഴിഞ്ഞാലേ കേറേണ്ടവരുടെ ദേഹത്ത് കൂടുകയും ചെയ്യും. ഞാൻ പറഞ്ഞതാ, ഇനി കണ്ണനെയും മഹാലക്ഷ്മിയും ഒന്നും ചെയ്യരുതെന്ന്. ആ സത്തപ്പെണ്ണ് കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്നതാ എല്ലാ പ്രശ്നത്തിനും കാരണം. അവളെ വന്നതാണോ അതോ വരുത്തിയതാണോ? അവളെ കണ്ണനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതാരാ? അതിന് മുൻകൈ എടുത്തതാരാ? നിങ്ങൾ ഒറ്റ ഒരുത്തനാ. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനിയിപ്പോ അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രതാപന്റെ ശരീരത്തിലെ
വിശ്വനാഥനാണ് കയറിയതെങ്കിൽ ദേവി കൂടിയ ശരീരമാ മഹാലക്ഷ്മിയുടേത്. അവളുടെ പേര് പോലെ തന്നെ അവളുടെ ശരീരത്തിലുണ്ട് ദേവീ ചൈതന്യം. അങ്ങനെയുള്ള ഒരുത്തിയെ നമ്മൾ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരിയാ. അല്ലെങ്കിൽ അവളും അവളുടെ കുഞ്ഞുമൊക്കെ പോകേണ്ട സമയം കഴിഞ്ഞു. ഒരിക്കൽ വിഷ ഉള്ളിലേക്ക് ചെന്നിട്ടും അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ല. അത് വല്ലാത്തൊരു ജന്മം തന്നെ. അവളാണെങ്കിൽ ഈ അപകടത്തിന് സാക്ഷിയുമാണ്. അതാണ് മറ്റൊരു തലവേദന. അല്ലെങ്കിൽ പ്രതാപൻ പിച്ചും പെയ്യും പറയുകയാണെന്ന് കണ്ണൻ അറിഞ്ഞാൽ പറയാമായിരുന്നു. ഇതിപ്പോ അത് പറ്റില്ലല്ലോ. എന്നാ പിന്നെ അവൾ ആരോടും ഒന്നും പറയാതിരിക്കാൻ അവളെ അങ്ങ് കൊല്ല്. അപ്പൊ പിന്നെ അവളും പ്രേതമായിട്ട് വരുമല്ലോ. വേണ്ടാത്ത പണി കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങുക. ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നേ? ഹലോ, എന്താടോ? മോനെ കണ്ണാ, എനിക്ക് നിന്നോടൊരു സത്യം പറയണോടാ. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്നു. അതാ ഇയാൾക്ക് എന്താ പറയാനുള്ളത്? മോനെ, നിന്റെ അച്ഛൻ ഇവിടുത്തെ അതിങ്ങി തരാനാ പറഞ്ഞേ. ഹലോ, നിങ്ങളുടെ തല്ലേ പറഞ്ഞേ. ആ ഫോൺ ഇതാ. ഹലോ, എനിക്ക് ആ കണ്ണനോട് സംസാരിക്കാനുള്ളതാ. ഇങ്ങനെ തരാനല്ലേ പറഞ്ഞേ. ഹലോ, ഞാൻ അവരോട് സത്യങ്ങളൊക്കെ പറയട്ടെ. ഫോണിങ് ഇതാ. ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ഫോണിങ് തരാൻ. മിണ്ടാതെ ഉരിയാടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോണം. ഇല്ലെങ്കിൽ നേഴ്സുമാരോട് ഞാൻ പറയും നിന്നെ ഉറക്കി കിടത്താനുള്ള ഇഞ്ചക്ഷൻ തരാൻ. അല്ലെങ്കിൽ അതൊന്നും എനിക്ക് കേക്കണ്ട. എനിക്ക് കണ്ണനോട് സംസാരിച്ചാൽ പറ്റൂ. ഫോണിങ് ഇതാ. നീ എന്താ സംസാരിക്കാൻ പോകുന്നെന്ന് എനിക്കറിയാടാ. നിനക്കിപ്പോ വട്ടായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നത്. എന്ന് മാത്രമല്ല, നിന്റെ ഉള്ളിലിപ്പം വേറൊട്ടം കയറി ഇരിക്കല്ലേ. അവനാ ഇപ്പൊ സംസാരിക്കുന്നത്, അല്ലാതെ നീ അല്ല. നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമായിരുന്നോ? കഴിക്കാൻ രക്തം വേണോ എനിക്ക്? നിങ്ങളുടെ ഞാനിപ്പോ വരാവേ. ഇതിപ്പോ വല്ലാത്തൊരു അടങ്ങാറായല്ലോ ഭഗവാനെ. ഇവനെ കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ഒരുത്തരെ ഇന്ന് കൊട്ടേഷൻ വാങ്ങിച്ചു വേണ്ടാത്ത പണിയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്നെ വട്ടാക്കിക്കൊണ്ടിരിക്കുക. മുഴുവട്ടൻ.
ഇവനിപ്പോ എന്താണോ എന്തോ ചിന്തിക്കുന്നത്. ഇക്കണക്കിന് ഇവനെ ഇവിടുന്ന് തുറന്നു വിട്ടാ ഇവൻ നേരെ കമലേശ്വരത്ത് പോയി കണ്ണനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുമല്ലോ. ഇതെല്ലാം ചെയ്തു വെച്ചത് അവൻ ഒറ്റ ഒരുത്തനാ. എന്നിട്ട് തല കാണിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇപ്പൊ അവൻ എവിടെ പോയി കിടക്കുന്നോ എന്തോ. ഇവനെ കുറിച്ച് പറഞ്ഞ് നാവെടുത്തില്ല, അതിനുമുമ്പ് അവനെ എത്തി. ഇവനെ പോലുള്ളവനൊക്കെ 100 ആയുസ് കൊടുക്കല്ലേ എന്റെ ഭഗവാനെ. എന്തായി അമ്മേ? എന്താകാനാ, സ്വന്തം മകനെ ഭയന്ന് വെളിയിലിരിക്കേണ്ട ഗതികേട്ടില്ല ഞാനിപ്പോ. അത്രയ്ക്ക് വയലന്റ് ആണോ അവൻ? ചെന്ന് നോക്ക്. ഇപ്പോഴേ മൊബൈൽ എടുത്ത് വിളിച്ചായിരുന്നു കണ്ണനെ. എന്നിട്ട് പെട്ടെന്ന് ഞാൻ മൊബൈൽ പിടിച്ച് വാങ്ങി, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിലേ അവനാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതെന്ന് വിളിച്ചു പറഞ്ഞേനെ. കൂട്ടത്തിലെ ചിലപ്പോ നിന്റെ പേരും വിളിച്ചു പറഞ്ഞേനെ. വാമാ, പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.